ഞങ്ങളിപ്പോൾ പീരുമേടിൽ നിന്നും ഏകദേശം ഒരു 30 കിലോമീറ്റർ ദൂരെ ഉള്ള പരുന്തുമല, അതുപോലെ കുരിശുമല, അങ്ങനെയുള്ള ഭാഗങ്ങളിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. എൻ്റെ കൂടെയുള്ളത് എൻ്റെ ചിരകാല സുഹൃത്തായ അങ്കമാലിക്കാരൻ മില്ലറാണ്. മില്ലർ ഒരുപാട് വർഷമായിട്ട് അമേരിക്കയിലാണ്. ഞങ്ങൾക്ക് ഇപ്പോഴാണ് ഇങ്ങനെ ഒരു സന്ദർഭം കിട്ടിയത്. ബാല്യകാല സുഹൃത്തുക്കളാണ്. ഏതാണ്ട് ഒരു 35 വർഷങ്ങൾക്ക് അപ്പുറം ഒരു ഉല്ലാസയാത്രയൊക്കെ ഒരുമിച്ച് പോയിട്ട് അടുത്തൊരു ഉല്ലാസയാത്ര സമയം കിട്ടിയത്. പിന്നെ എൻ്റെ കൂടെയുള്ളത് ഷാജിയാണ്, അങ്കമാലിക്കാരനാണ്. അദ്ദേഹവും ഒരുപാട് വർഷമായിട്ട് UK സ്ഥിരതാമസക്കാരനാണ്. അങ്ങനെ UK കാരനും അമേരിക്കക്കാരനും അങ്കമാലിക്കാരനും ചേർന്നുള്ള യാത്ര ഇവിടെ ആരംഭിക്കുകയാണ്. പീരുമേട്ടിൽ എൻ്റെ UK കാരൻ സുഹൃത്തിന് ഒരു വില്ലയുണ്ട്. വില്ല എന്ന് പറഞ്ഞാൽ പോരാ, ഒരു ആഡംബര വില്ല. അതിൻ്റെ അകത്തെ ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത്. ഇതൊരു ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടുള്ള വില്ലയാണ്. 3 ബെഡ്റൂമുകളുണ്ട്. വളരെ നന്നായി ഇൻറ്റീരിയർ ചെയ്തിരിക്കുന്ന നല്ല മനോഹരമായ ഈ വീട്ടിലെ താമസം ഞങ്ങൾക്ക് വളരെ സന്തോഷകരമായിരുന്നു. രാവിലെ ഞങ്ങൾ ഉണർന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയത് എന്തൊരു സുന്ദരമായ മനോഹരമായ ദൃശ്യങ്ങളായിരുന്നെന്നോ. ഇളം തണുപ്പിനെ വാരിപ്പുണർന്നുകൊണ്ട് പച്ചപ്പണിഞ്ഞ് നിൽക്കുന്ന കുന്നിൻ ചരിവുകൾ, ആ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഞങ്ങൾ വീണ്ടും മറ്റൊരു വ്യൂ പോയിന്റിലേക്കായിരുന്നു അന്ന് യാത്ര ചെയ്തത്. ഇവിടെ വന്നപ്പോൾ കാലാവസ്ഥ ഒന്ന് ഡിമായിട്ട് നിൽക്കുന്നു. കാർമേഘമുണ്ട്, മഴക്കോളുണ്ട്. അതുകൊണ്ട് അത്ര വിസിബിൾ അല്ല. നല്ല സൺലൈറ്റുള്ള സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ വളരെ അതിമനോഹരമായ ദൃശ്യങ്ങൾ നമുക്ക് നമ്മുടെ കണ്ണ് നിറയുന്ന അതിമനോഹരമായ കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും. ഞങ്ങളൊരു ട്രക്കിങ്ങിന് വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. കുരിശുമല, ശിവമല, കൈലാസഗിരി എന്നൊക്കെ പറയുന്ന സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 4500 അടി ഉയരത്തിലുള്ള ആ മലയിലേക്ക് ഞങ്ങൾ കയറാൻ പോവുകയാണ്. ഞങ്ങളുടെ വാഹനം അവിടേക്ക് കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങളൊരു ജീപ്പ് എടുത്തു. ജീപ്പിൻ്റെ വളയം പിടിക്കുന്നത് വളരെ പരിചയസമ്പന്നനായ ഒരു ഗോപിച്ചേട്ടനാണ്. ഞങ്ങളെ കൊണ്ട് ഇതാ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. നല്ല തണുപ്പുണ്ട്. ഒരു ചായ കുടിക്കാനായിട്ട് ഞങ്ങൾ കയറി. നമ്മുടെ പണ്ടത്തെ ഓർമ്മകളെയൊക്കെ ഉണർത്തുന്ന ചില്ലിട്ട പലഹാര അലമാരയിൽ നിന്ന് പഴംപൊരിയൊക്കെ ആസ്വദിച്ച് അങ്ങനെ ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. ആ സുന്ദര കാഴ്ചകളോട് വിട പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് മടങ്ങുകയാണ്.